ഞാനിന്ന് കൂടുതലും ഞണ്ട് നോക്കിയിട്ടാട്ടോ വന്നേക്കണം. അതായത് ചൂണ്ടയിൽ ഞണ്ട് പിടിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ കിട്ടിയാൽ എടുക്കണമെന്നുണ്ട്. അതായത് മുഷികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാനിന്ന് 2 ബക്കറ്റ് എടുത്തേക്കണം. ഒരെണ്ണം മീനിടാനും ഒരെണ്ണം ഞണ്ടിനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂണ്ട വെച്ചിട്ടാട്ടോ ഒന്ന് ഞണ്ടിനെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഞണ്ട് കിട്ടുമോ നോക്കാം. ഈ ചാലിൽ നിന്നാട്ടോ ഒന്ന് ഞണ്ടിനെ പിടിക്കാൻ നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ചാലിൽ നിന്ന് ഞണ്ട് കിട്ടുമോ നോക്കാം. ഇതാട്ടോ ചൂണ്ടയിൽ ആദ്യം കിട്ടിയ ഞണ്ട്. കാരണം ചൂണ്ടയിൽ വലിക്കുമ്പോൾ ഇവർ വേഗം വിട്ടുപോകും. അതാണ് ഞാൻ ബക്കറ്റിലിട്ടിട്ട് കാണിക്കുന്നത്. കാരണം എനിക്കത് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇവരെ വലിച്ച് കയറ്റുമ്പോൾ ഇവർ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ എങ്ങനെയെങ്കിലും കരയിൽ എത്തിച്ചിട്ട് ഞാൻ ബക്കറ്റിലിട്ടിട്ടാണ് കാണിക്കുന്നത്. അത്യാവശ്യം വലിയ ഞണ്ടാട്ടോ. അങ്ങനെ ഒരു ഞണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനേക്കാൾ ഇച്ചിരി വലുതാണ്. അപ്പോൾ ഇനി നമുക്ക് കിട്ടുമോ നോക്കാം. അതുപോലെ ഞങ്ങളിവിടെ ഇതിന് പാറഞ്ഞണ്ട് എന്നാണ് പറയാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീണ്ടും നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കടിച്ചിരിപ്പായിരുന്നു ഇത്ര നേരം. അപ്പോൾ ദേ വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞണ്ടിനൊരു കുറവുമില്ല. ദേ കണ്ടില്ലേ, കടിച്ചു പൊട്ടിക്കാനൊക്കെയാണ് നോക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ഞണ്ടിനെ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചൂണ്ടയിട്ട് നോക്കുന്നുണ്ട്, കിട്ടുമോ നോക്കാം. ഇടയ്ക്ക് നമുക്കൊരു പരലിനെയും കൂടെ കിട്ടിയിട്ടോ. മുഷിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റുന്ന ഒരു പരലിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പരലാട്ടാ. അപ്പോൾ ദേ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ദേ അടുത്ത ഞണ്ടാട്ടാ. കണ്ടില്ലേ, ഇതെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഞണ്ടുകളാട്ടാ. അയ്യോ, കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഞണ്ടുകളാണ്. അപ്പോൾ അതേ കിട്ടിയ ഞണ്ടുകൾ ഇതൊക്കെ കേട്ടോ. ഒരു 5-8 ഞണ്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞണ്ടുകളും ചെറിയ ഞണ്ടുകളൊക്കെ ഉണ്ട്. വളരെ ചെറുതില്ല, ഒക്കെ ഒരു മീഡിയം സൈസുള്ള ഞണ്ടുകളാണ് കേട്ടോ മൊത്തം. എന്തായാലും കാണാനൊക്കെ അടിപൊളിയാണ് ഇവരെ. കണ്ട ഇവരുടെ കാലും കൈകളും. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഇവർക്ക് പാറഞ്ഞണ്ട് എന്നാട്ടോ പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇവർക്ക് എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, അത് മറക്കരുത്. അപ്പോൾ ഞാനെന്തായാലും ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ കഴിക്കാനുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവരെ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഞണ്ടുകളൊക്കെ ഞാനിതേ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് വിടാൻ പോവാം കേട്ടോ. ഇതൊരു തോടാണ്. അപ്പോൾ ഈ തോട്ടിലെ വെള്ളത്തിനകത്തോട്ട് വിടാൻ പോവാണ് ഞാൻ. ഇതെല്ലാവരെയും ഞാനിവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളം കലങ്ങിയോണ്ടാണ് ഒന്നും കൂടെ കാണാത്ത. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി ഒളിച്ച് നിൽക്കുകയാണ്. ഒരാൾ അവിടെ, ഒരാളിത് ഇവിടെ, ഒരാളിത് ഇതിനടിയിൽ. അങ്ങനെ ഞാൻ എല്ലാവരെയും പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്ര ഞണ്ട് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരൊക്കെ പിടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവരെ വെള്ളത്തിലോട്ട് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.